ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടോ വല്ലതും കിട്ടാനുണ്ടോന്നാ ചോദിച്ചത്. കിട്ടാനല്ല, കൊടുക്കാനോ ഉള്ളത്. കൊടുക്കാനോ? ഗോപാലേട്ട, ഞാൻ ഇപ്പോഴും ഗോപാലേട്ടനോട് ചോദിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ആ നസീറിന്റെ ബോഡി ഗോപാലേട്ടൻ എന്താ ചെയ്തത്? ഒന്ന് പറയൂ ഗോപാലേട്ട. എന്നെങ്കിലും ഒരിക്കൽ ഇതുപോലൊരു പട്ടി നസീറിന്റെ കൈപ്പത്തിയും കൊണ്ട് ഈ വീട്ടുമുറ്റത്തേക്ക് ഓടി വരുവോ? എന്റെ ഉറക്കം കളയുന്ന ഈ ചോദ്യത്തിന് ഉത്തരം ഒന്ന് പറ. അത് ഞാനങ്ങോട്ട് തിന്നു. ബാക്കി വന്നത് കൂടി ഞാനങ്ങോട്ട് കുഴിച്ചിട്ടു. പിന്നെയും ബാക്കി ഒന്ന് പുഴയിൽ അങ്ങോട്ട് ഒഴുക്കി. ഇത്ര കിടഞ്ഞാൽ മതി നിനക്ക്? ഇനിയും നിനക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെങ്കിലേ നീ ചെന്ന് പറ നസീറിനെ കൊന്നത് ഞാനാണെന്ന്. ഞാൻ ഈ വീട്ടിലിങ്ങനെ നിൽക്കുന്നോണ്ടല്ലേ നിന്റെ ഉറക്കം നഷ്ടപ്പെടുന്നത്? ഗോപാലേട്ട, തീരട്ടെ, എല്ലാം ഇതുകൊണ്ടങ്ങ് അവസാനിക്കട്ടെ. ഗോപാലേട്ട, ഞാൻ പറഞ്ഞത് നിങ്ങള് ഒന്നും എനിക്ക് കേൾക്കണ്ട ശാരദേ. എല്ലാവർക്കും അവരവരുടെ സ്വസ്ഥത മാത്രമാണ് പ്രധാനം. പക്ഷേ ഒരു കാര്യം നീ ഓർത്താ നല്ലത്, ഈ കേസിൽ ഞാൻ പെട്ടാൽ എന്നെ മാത്രമായിട്ട് അവർ കൊണ്ടുപോയില്ല. കൊണ്ടുപോവുകയാണെങ്കിലേ നമ്മളെ രണ്ടിനെയും കൊണ്ടുപോകും. അതായത് എന്നെ തൂക്കുന്ന കയറിന്റെ മറ്റേ അറ്റത്ത് നീ ഉണ്ടാവുമെന്ന്. നാളെ പുലർച്ചെ എന്നെ ഓട്ടം പോയേക്കണം. ഒട്ടും വൈകരുത്. ഇല്ല, ഞങ്ങൾ ഇവിടെ തന്നെ കാണും. ശരി, വിട്ടോ. ഹലോ, അല്ല, ഞാൻ ഇന്ന് തന്നെ പുറപ്പെടും. ഓക്കെ, ശരി. ആരാടാ? എത്ര ദിവസത്തെ കാശാ കിട്ടാനുള്ളേ? കണക്ക് വല്ലതും സെറ്റിൽ ചെയ്യാനുണ്ടോ? എടോ വല്ലതും കിട്ടാനുണ്ടോന്നാ ചോദിച്ചത്. കിട്ടാനല്ല, കൊടുക്കാനോ ഉള്ളത്. കൊടുക്കാനോ? ഇപ്പൊ മനസ്സിലായില്ലേ? കണക്കും പലിശയും കൂട്ടുപലിശയൊക്കെ കൂടി തരാൻ വേണ്ടിട്ടാ വന്നേ. അത് ശരി, നീ അപ്പ എന്നേക്കുമായി ഒടുങ്ങാൻ തീരുമാനിച്ചു അല്ലേ? നീ പുലിമടയിലേക്ക് തന്നെയാ കേറി വന്നിരിക്കുന്നേ. വന്നു പോയില്ലേ അബൂക്ക? പുലിമടയാണോ പൂച്ചമടയാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനല്ലേ. എനിക്ക് ഇവിടുന്ന് പോവാൻ പറ്റിയില്ലെങ്കിൽ പുലിമട, അല്ലെങ്കിൽ വെറും മട. എടാ, ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ നിനക്ക്? ലോറിത്താവളം. കട്ട കയറ്റി ഇറക്കിയും പാറ പൊട്ടിച്ചു മാറ്റിയും പാറ പോലെ നല്ല കൈക്കരുത്തുള്ള ആണുങ്ങളുള്ള സ്ഥലം. ഇവിടെ വന്നു കയറിയ സ്ഥിതിക്ക് നീ അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോയാ മതി. ഓ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ അബൂബക്കറെ. അവരെയൊക്കെ ഒന്ന് വിളിക്കേ, ഒന്ന് പരിചയപ്പെടാലോ. ഇത്രയും കൈക്കരുത്തുള്ള ആണുങ്ങളുണ്ടെന്ന് പറയുമ്പോ ഒന്ന് കാണാതെ പോണ ശരിയല്ലല്ലോ. വിളിക്കേ, പരിചയപ്പെട്ടിട്ട് തന്നെ നമുക്ക് പോവാം. അല്ല, എങ്ങനെ പരിചയപ്പെടണം? ഒറ്റക്കായാലും കൂട്ടമായിട്ടായാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഏതാണോ താങ്കൾക്ക് സൗകര്യം അതിൽ അവരൊക്കെയാ. എന്നാ പിന്നെ കൂട്ടായിട്ട് തന്നെ ഇങ്ങോട്ട് പോരട്ടെ. അതാവുമ്പോ നമ്മുടെ സമയം അങ്ങോട്ട് ലാഭിക്കാം. എന്തേ? നമുക്കേ ഏതാണ്ട് പരിപാടി പെട്ടെന്ന് തീർക്കും ചെയ്യാന്നേ. എടാ തങ്കച്ചോ, ഗോവിന്ദ,
ആ ഇങ്ങ് വന്നേ മക്കളെ, ഇവന്റെ തിളപ്പൊന്ന് മാറ്റി കൊടുത്തിട്ട് പോ. പടാ. തള്ള തെങ്കച്ച നീയാ. എന്റെ അബൂബക്കറെ താൻ ഇത്ര മണ്ടനായി പോയല്ലോ. പുതിയ ചൊണക്കുട്ടികള് തൊട്ടാ തീ പറഞ്ഞ ഐറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ പലതങ്ങട് പ്രതീക്ഷിച്ചു പോയി. എന്റെ അബൂബക്കറെ, ഇതിപ്പോ എന്റെ കയ്യിൽ നിന്ന് ഇടി മേടിക്കാത്ത ഏതെങ്കിലും ഒരുത്ത ഈ കൂട്ടത്തിലുണ്ടോന്ന് ചോദിച്ചു നോക്കിയേ. എല്ലാം മേടിച്ചു കൂട്ടിയിട്ടുള്ളവന്മാരാ. ഫ്രഷ് ആയിട്ടേ ഒരൊറ്റ എണ്ണം ഇല്ല. നിന്നെ ഞാൻ എത്ര തല്ലിണ്ടാ? 3. ആ കേട്ടില്ലേ എടോ, ഒരു അടിക്ക് വരുമ്പോ ഒരു പുതുമ വേണ്ടേടോ. ഇക്കൂട്ടത്തിൽ അങ്ങനെ ഒരു മുഖം ഞാൻ കാണുന്നില്ല. ആ പിന്നതെ ഇവൻ കൊള്ളാം, ഒരു തണ്ടിക്ക് തണ്ടിയാണ്. എന്നാ പിന്നെ തുടങ്ങിയാലോ അബൂബക്കറെ? ആ പിന്നെ അബൂബക്കർക്ക് പോവരുത് കേട്ടോ. കളി തീരുന്നവരവിടെ കാണണം. ഞാനുണ്ടാകൂടാ, പക്ഷെ നീ ഉണ്ടാകുമെന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടതേ ദേ ഇവരാ. ഇതിന്റെ ഉള്ളിൽ വെച്ച് ഏതായാലും വേണ്ട. എടാ മക്കളെ, പുറത്തു കൊണ്ടുപോയി കയ്യും കാലും തല്ലിയോടിക്കടാ. ഓ അത് കൊള്ളാലോ. എന്നാ പിന്നെ തുടക്കം ഇവിടുന്ന് തന്നെ ആയിക്കോട്ടെന്നേ. ഈ കൂട്ടത്തിലേ ഞാൻ തല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം വാ. ഒരു കഞ്ഞടിക്ക് വേണ്ടിട്ടാ. ഏത് ഡാ, നോക്കി നിൽക്കാതെ പിടിച്ച് പുറത്തുവിടറ ഇവനെ.